കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം ബ്രദറെ. ഓക്കെ, താങ്ക് യു. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. നോർത്ത് ഡബ്ലിൻ അയർലൻഡിലുള്ള ദൈവസഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ സൂം മീറ്റിംഗിൽ എളിയദാസനായ എനിക്കും ഈ നിലയിൽ വചനം ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങളും ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ വളരെ നിലയിലുള്ള ഒരു അവസ്ഥ വിശേഷത്തിലൂടെ ഞാൻ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ദൈവത്തിന്റെ അളവറ്റ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളും ഈ ഒരു ടഫ് ടൈമിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചുരുങ്ങിയ വാക്കുകളിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി ഈ വചന പഠനത്തിലേക്ക് കടക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പ്രിയ ഗോൾഡി ബ്രദർ ഓർമ്മിപ്പിച്ചതുപോലെ എന്റെ പേര് സുനീഷ് ബാലൻ എന്നാണ്. എന്റെ സ്ഥലം മാവേലിക്കരയാണ്. ഞാൻ ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് മുന്നോട്ട് വരുവാൻ മാവേലിക്കര ബ്രദറൻ സഭയിലുള്ള ഒരു സഹോദരി മുഖാന്തരം ഇടയായി. ഞാൻ മാത്രമല്ല, എൻ്റെ മാതാവും അതുപോലെ എൻ്റെ പിതാവും ഞാനും ആ നിലയിൽ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുവാൻ ഇടയായിട്ട് തീർന്നു. തുടർന്ന് സ്ഥാനപ്പെട്ട് സഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചു. ഒരു സെക്കുലർ ജോലിയുമായി പോകണം എന്ന് വളരെ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിന് ഹിതം അത് ആയിരുന്നില്ല. ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ വിളിച്ചു. ആ വിളി മനസ്സിലാക്കി എന്നെ തന്നെ സമർപ്പിച്ച് ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ തന്നെ ഏൽപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇപ്പോൾ മാവേലിക്കര സ്ഥലസഭയോട് ചേർന്ന് നിന്ന് ഹരിപ്പാട്, മാന്നാറ് എന്നീ സ്ഥലങ്ങളിൽ പോവുകയും പ്രവർത്തിക്കുക, അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ കൊറോണ സാഹചര്യത്തിൽ നമുക്കറിയാം അങ്ങോട്ടും അങ്ങനെ പോകുവാനായിട്ട് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ പറ്റുന്ന നിലയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുകയും ആ നിലയിലുള്ള ശുശ്രൂഷകൾ ഇപ്പോൾ ചെയ്തു പോന്നു. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ, 2 മക്കള്, കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ ലിസി ഹൗസ് വൈഫ് ആയിട്ട് തന്നെ ഭവനത്തിലുണ്ട്. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ ഇനി തുടർന്നുള്ള സമയം ദൈവ വചനത്തിലേക്ക് നമ്മൾ കടക്കുവാനായിട്ട് പോവുകയാണ്. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ കുടുംബ ബന്ധങ്ങളൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഞാൻ നിങ്ങൾ കാണുന്നുണ്ട്. നമുക്കറിയാം, പണ്ടൊക്കെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം ഇമ്പമുള്ളത് ആയിരുന്നു, ഇല്ലേ? എത്രയോ സന്തോഷവും എത്രയോ സമാധാനവും അനുഭവിച്ച് ആണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് ഇന്ന് കുടുംബം എന്ന് പറയുന്നത്, ഇന്ന് വിവാഹം കഴിച്ച് നാളെ വേണമെങ്കിൽ ഡൈവോഴ്സ് ചെയ്യും. അപ്പോൾ തന്നെയുമല്ല, പേരൻസിനെ ഒരു നിലയിലും അനുസരിക്കാത്ത മക്കൾ, അതുപോലെ തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് കുടുംബവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വചനത്തിൽ നിന്നും ഓർമ്മപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി പഴയ നിയമത്തിലെ ഒരു വ്യക്തി നല്ല രീതിയിൽ കുടുംബ ജീവിതം മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിന് അനുഗ്രഹമാകുവാൻ ഇടയായിട്ട് തീരണം എന്നുള്ള നിലയിൽ പ്രാർത്ഥനയോടുകൂടെയാണ് ആ ഭാഗം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഞാൻ ഉൽപ്പത്തി പുസ്തകം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 6-ാം അധ്യായം ഒന്നും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മറ്റാരുമല്ല, അത് നോഹയെ കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. നോഹ ആരായിരുന്നുവെന്നും നോഹയുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നുവെന്നും നോഹ ആ ജീവിച്ച കാലഘട്ടത്തിൽ താൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. എന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം, അവിടെ നാം വായിക്കുന്നത് എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നാണ്. 6-ന്റെ 8 നമ്മൾ വായിക്കുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നാം ശരിയായ നിലയിൽ ആ വാക്യം പഠിക്കുമ്പോൾ മനസ്സിലാകും. 6-ാം അധ്യായം അതുപോലെ തന്നെ 7-ാം അധ്യായം അതിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്നുള്ളത്, വാസ്തവത്തിൽ ആ കൃപ ലഭിച്ചത് നോഹയ്ക്ക് മാത്രമല്ല,
നോഹയ്ക്കും തന്റെ കുടുംബത്തിനും കൂടെയാണ് ആ ദൈവമായിട്ട് തീർന്നത്. ഈ വേദഭാഗം ഞാനിങ്ങനെ ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത എന്നുള്ളത്, എന്തുകൊണ്ടാണ് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുവാനുള്ള കാരണം എന്തൊക്കെയാണ്? നമുക്കറിയാം, ദൈവം ആരെയും ചുമ്മാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ദൈവം അനുഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ ആ നിലയിൽ മുന്നോട്ട് പോകുവാനുള്ള സാധ്യത കുറവാണ്. കാരണം കൂടാതെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞ ഈ ആശയം വേറെയാണ്. അപ്പോൾ ഈ നോഹയെ ദൈവം ഈ പ്രത്യേക കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന് ഓർത്തു. എന്തുകൊണ്ട് ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു, എന്തുകൊണ്ട് ഈ കുടുംബത്തിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ വേദഭാഗത്ത് നിന്ന് എനിക്ക് കുറെ ആശയങ്ങൾ എന്റെ മനസ്സിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നു. അത് ഓരോന്നായിട്ടാണ് ഇന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെട്ട് ആശ്രയിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം ഈ നോഹയെ അനുഗ്രഹിക്കുവാനുള്ള, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന് കൃപ ലഭിക്കുവാനുള്ള ഒന്നാമത്തെ കാരണം നാം കാണുന്നത് 6-9 വാക്യം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നോഹയുടെ നീതിമാൻ തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. ഇനിയും അതിന്റെ തന്നെ 7-ന്റെ 1-ാമത്തെ വാക്യം നാം വായിച്ചാൽ, അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്ന്, പട്ടണത്തിൽ കിടക്ക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കും. നോക്കുക, ഈ രണ്ട് വായിച്ച വേദഭാഗത്തും ഒരുപോലെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്നുള്ളത്, നോഹയെ ദൈവം അനുഗ്രഹിക്കുവാനുള്ള ഒരു കാരണം അവിടെ നാം കാണുന്നത് താൻ ഭക്തനായിരുന്നു, താൻ നീതിമാനായിരുന്നു എന്നുള്ളതാണ്. താൻ ഭക്തിയോടുകൂടെ താൻ ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. വാസ്തവത്തിൽ ഞാൻ ഈ വേദഭാഗം ചിന്തിച്ചപ്പോൾ നോഹയുടെ ആ തലമുറയിൽ ജനം വഷളത്വത്തിൽ നിന്ന് വഷളത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവര് ദൈവത്തെ അറിയുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ അവർ മുന്നോട്ട് പോവുകയാണ്. അവര് ദൈവത്തിന് വിരോധമായുള്ള കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, വളരെ നാം വായിക്കുന്നുണ്ട്, അവരുടെ പാപം സ്വർഗത്തോളം എത്തുവാനിടയായിട്ട് തുച്ഛമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തു പോയി. വേണമെങ്കിൽ നോഹയ്ക്കും അവരോട് ചേർന്നിട്ട ഇവരെല്ലാം ഇങ്ങനെ വഷളായി പോകുമ്പോൾ ഞാൻ മാത്രം എന്തിനാണ് നന്നായി ജീവിക്കുന്നത്, ഞാൻ മാത്രം എന്തിനാണ് എന്റെ ഈ തലമുറയിൽ ഇങ്ങനെ വേർപാടും വിശുദ്ധിയുമായി ജീവിക്കുന്നത്, എന്റെ കുടുംബം എന്തിനിങ്ങനെ ജീവിക്കണം, എന്റെ മക്കൾ ഇങ്ങനെ ജീവിക്കണം എന്നൊന്നും താൻ ചിന്തിച്ചില്ല. താൻ ഒഴുക്കിന് എതിരായിട്ട് താൻ നീന്തുവാൻ ഇടയായിട്ട് തീർന്നു. താൻ ദൈവത്തോട് നീതി പുലർത്തിക്കൊണ്ട്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് താൻ വളരെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഭക്തനായി താൻ ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഭക്തി മുറുകെ പിടിച്ച് ജീവിച്ച അനേകരെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ശമൂവേൽ ബാലനെ കുറിച്ച് വായിക്കുന്നതാണ്. ആ കാലത്ത് ദൈവത്തിന്റെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. പക്ഷെ നോക്കണമേ, ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പോലും വചനമേറെ ഇല്ല, ദർശനം വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ശമൂവേൽ ബാലനെ കുറിച്ച് വായിക്കുന്നത് താൻ ഭക്തിയോടുകൂടെ തന്റെ ഭക്തി മുറുകെ പിടിച്ച് തനിക്ക് ജീവിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രതികൂലമായിട്ടുള്ള ആ സാഹചര്യത്തിലും തനിക്ക് ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് തനിക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 34-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. 2 ദിനവൃത്താന്ത പുസ്തകം 34-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. അവിടെ 8-ാമത്തെ വയസ്സിൽ ഇസ്രായേലിൽ രാജാവായ ഒരാളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മറ്റാരുമല്ല, യോശിയാവിനെ കുറിച്ച് അവിടെ വായിക്കുന്നു. താനും ഒരു വഷളത്വം നിറഞ്ഞ അല്ലെങ്കിൽ ആ നിലയിൽ ഭരണം മുന്നോട്ട് കാഴ്ചവെച്ച ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ആ രാജാവ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. പക്ഷെ അവിടെയും തന്നെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് താന് 8-ാമത്തെ വയസ്സിൽ താൻ രാജാവായി. അത് തന്നെയുമല്ല, തന്റെ മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്
ദൈവത്തെ വിട്ട്, യഹോവയായ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ താൻ മുന്നോട്ട് ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, താൻ ചെയ്തത് എന്നുള്ളത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ താൻ ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നു. അതിന് കുറച്ച് പുറകിലോട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 33-ാം അധ്യായം, അതായത് 2 ദിനവൃത്താന്ത പുസ്തകം 33-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ തന്റെ മുത്തശ്ശനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, മനശ്ശെയായിരുന്നു തന്റെ മുത്തശ്ശൻ. എന്നാൽ ഈ മനശ്ശെയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് താൻ ചെയ്തു എന്നുള്ളതാണ്. മനശ്ശെയുടെ മകനായിരുന്നു 33-ാം അധ്യായത്തിന്റെ 2 ദിനവൃത്താന്ത പുസ്തകം 33-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ. അവിടെ നാം ആമോനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അതായത് ഈ മനശ്ശെയുടെ മകനായ ആമോനെ കുറിച്ച് വായിക്കുന്നു. ആമോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്, താൻ ചെയ്യുവാൻ ഇടയായിട്ട് നോക്കുക. മുത്തശ്ശനും അച്ഛനും യാതൊരു മാതൃകയും കാണിച്ചു കൊടുത്തില്ല. അവർ ദൈവത്തിന് വിരോധമായിട്ടുള്ള, യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് അവരൊക്കെ ചെയ്ത് മാതൃക കാണിച്ചു കൊടുത്തത്. പക്ഷെ എന്നിട്ട് നോക്കുക, യോശിയാവിന്റെ കാലം വന്നപ്പോൾ, യോശിയാവിന്റെ ആ സമയം വന്നപ്പോൾ ഭക്തനായി തനിക്ക് ജീവിക്കും വലത്തോട്ടോ മാറാതെ ഈ അച്ഛനും അതുപോലെ മുത്തച്ഛനും ഒക്കെ കാണിച്ചു തന്ന മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എറിഞ്ഞു കളഞ്ഞുകൊണ്ട്, അതിനെല്ലാം ഉടച്ചു കളഞ്ഞുകൊണ്ട് താൻ ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് നാം ഭക്തിയോട് ജീവിക്കുവാൻ ഇടയായിട്ട് തീരണം. നാം ഭക്തിയോടുകൂടെ മുന്നോട്ട് പോകുവാൻ ഇടയായിട്ട് തീരണം. ഈ 12-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 12-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. നോക്കുക, 12-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുകയാണ്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. നോക്കുക, ഈ കാലഘട്ടം അങ്ങനെയല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഭക്തന്മാർ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തന്മാർ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ നമ്മുടെ ഇപ്പോഴത്തെ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു ദൈവസഭയിൽ എന്നെ വിളിച്ചു. ആ ദൈവസഭയിൽ ഞാൻ ചെന്നു. ഞാൻ നോക്കി, അതിന് ആ സഭയിൽ ചെല്ലുന്നതിന് 2 വർഷം മുമ്പ് അവര് വിളിച്ചതാണ്. ആ സഭയിൽ അന്ന് ഞാൻ പോയപ്പോൾ അതിൻ്റെ അകത്ത് നിറച്ച് ആളുകൾ, അതുപോലെ തന്നെ ചെറുപ്പക്കാരും ഒക്കെ ഞാൻ കാണുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഈ ലോക്ക്ഡൌൺ തൊട്ട് മുമ്പ് ആ ദൈവസഭയിൽ പോയപ്പോൾ എന്റെ മനസ്സുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അന്നത്തെ അത്രയും ആളുകളൊന്നും കാണത്തില്ല, എന്നാലും ഞാൻ വിചാരിച്ചു ചെറുപ്പക്കാരൊക്കെ കുറെ ഏറെ ഉണ്ടല്ലോ, അപ്പൊ അവരൊക്കെ മിക്കവാറും എല്ലാവരും കാണും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രായമായ കുറെ ആളുകളെയാണ് എനിക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഒരു സഹോദരനോട് പറയുകയായിരുന്നു, ബ്രദറെ, ഈ നമ്മുടെ ഈ ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങി ആളുകൾ വീട്ടിലൊക്കെ ഇരിക്കുവാനായിട്ട് ഒരുപാട് നാളായി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർക്കിപ്പോൾ ദൈവവചനം കേൾക്കുവാനായിട്ട്, ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, ദൈവസഭയിലേക്ക് വരുവാനായിട്ട് ഓരോരോ മുടന്ത ന്യായങ്ങളാണ് പറയുന്നത് എന്നവർ പറയുവാനിടയായിട്ട് തീർന്നു. ചിലർ പറയുന്നത് ഞങ്ങള് വാക്സിനൊക്കെ ഈ കുത്തിവെപ്പൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. മറ്റ് ചില കാരണങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസും അതുപോലെ തന്നെ മാസ്കും സാനിറ്റൈസറും ഒക്കെ നമ്മൾ ഉപയോഗിക്കണം, ശരിയാണ്. പക്ഷെ കൂടി വരുവാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് കൂടുവാനായിട്ട് കഴിയണം. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ദൈവം തന്നിരിക്കുകയാണ്, ഇല്ലേ? ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി ഈ സോഷ്യൽ ഡിസ്റ്റൻസും എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കീപ്പ് ചെയ്യുവാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. നമുക്ക് ഭവനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, അതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കുവാനുള്ള എല്ലാ സാഹചര്യവും സ്ഥിതിവിശേഷവും ദൈവം കൃപയാൽ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്നാൽ നാം അത് ഏത് നിലയിൽ അത് ഉപയോഗിക്കുന്നു, നാം ഏത് നിലയിൽ ആ കാര്യങ്ങളോട് നാം ചേർന്ന് പോകുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ നോഹയോടുള്ള ബന്ധത്തിൽ നോഹയെ ദൈവം അനുഗ്രഹിക്കുവാനുള്ള, ദൈവത്തിന്റെ കൃപ ലഭിക്കുവാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് താൻ ഭക്തനായിരുന്നു, ദൈവം തന്നെ നീതിമാനായി കണ്ടു എന്നുള്ളതാണ്. ഞാനൊരു സംഭവ കഥ, ഒരു മിലിറ്ററിയിലെ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. താന് മിലിറ്ററിയിൽ തനിക്ക് ജോലി കിട്ടിയ ആ സമയത്ത്
താന് ഒരു വിശ്വാസിയാണ്. തന്റെ പോക്കിലും വരവിലും ഒക്കെയും താൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ വചനം വായിക്കുന്ന ഒരു ശീലം തനിക്കുണ്ടായിരുന്നു. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന തന്റെ കൂട്ടുകാരൊക്കെയും ഇവൻ ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട്, ദൈവവചനം വായിക്കുന്നത് കണ്ടിട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു. നീ എന്തിനാണ് ഈ ബൈബിൾ ഈ ഈ യുഗത്തിൽ ഇതൊക്കെ വിശ്വാസയോഗ്യമാണോ? നീ എന്തിനാണ് ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കുന്നത്? നീ ആ സമയം എന്നുള്ളത് ഞങ്ങളുടെ കൂടെ വരിക, നമുക്ക് സിനിമ കാണാം, നമുക്ക് റം അടിക്കാം, പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, നമുക്ക് പറ്റും, അതുകൊണ്ട് നീ വാ വാ എന്ന് വിളിച്ചുകൊണ്ട്. പക്ഷേ ഈ ഭക്തനായ പട്ടാളക്കാരൻ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നും ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തി, കർത്താവിനെ രുചിച്ചറിഞ്ഞ വ്യക്തി, രക്ഷിക്കപ്പെട്ട വ്യക്തി, സ്നാനപ്പെട്ട വ്യക്തി, വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി, താനെ തന്റെ ജീവിതത്തിൽ ഈ വിശുദ്ധി വേണം എന്ന് താൻ മുറുകെ പിടിച്ചുകൊണ്ട് താൻ പോകുവാൻ ഇടയായിട്ടത്. എന്നാൽ ഈ കൂട്ടുകാരുടെ കളിയാക്കലുകൾ ഓരോ ദിവസം കഴിയുമ്പോഴും അതിങ്ങനെ കൂടി 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 വന്നു. പക്ഷെ എങ്കിലും താൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അവർ വിളിക്കുന്ന ഒരു സ്ഥലത്തേക്കും പോകുവാൻ ഇടയായിട്ട് തീർന്നില്ല. അങ്ങനെ ഇരിക്കെ ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു, ഇവന്റെ ഈ ബൈബിൾ വായനയും പ്രാർത്ഥനയും നമുക്കൊന്ന് അവസാനിപ്പിക്കണം. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ സീനിയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ അടുക്കൽ പറഞ്ഞിട്ട്, ആ ഓഫീസറുടെ അടുക്കൽ പറഞ്ഞിട്ട്, ആ ഓഫീസറെ കൊണ്ട് ഇവൻ എന്തെങ്കിലും ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം എന്ന് അവരിങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ഇവര് ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ പ്ലാൻ ചെയ്ത ശേഷം അടുത്ത ദിവസം പരേഡാണ്. അങ്ങനെ ഈ പരേഡ് നടക്കുന്ന ഗ്രൗണ്ടിൽ ഇവരെല്ലാവരും നിൽക്കുന്ന സമയത്ത് ഈ മെയിൻ ഓഫീസർ, കമാൻഡിംഗ് ഓഫീസർ വന്നു. ഓഫീസർ വന്നു കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഈ പാവപ്പെട്ടവനായ ഈ വിശ്വാസിയായ നീ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്നുള്ളത്, നമ്മുടെ പരേഡ് ഗ്രൗണ്ടിന് ഏറ്റവും പുറകിലായിട്ട് ഒരു ജീപ്പ് അവിടെ കിടപ്പുണ്ട്. നീ പോയിട്ട് ആ ജീപ്പ് നീ ഇനി ഓടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ജീപ്പ് ഓടിക്കാൻ അറിയത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നീ ഈ ജീപ്പ് ഓടിക്കേണ്ടത് നീ പ്രാർത്ഥിക്കുന്ന, നീ എപ്പോഴും ബൈബിൾ വായിക്കുന്ന, അത്ഭുതം പ്രവർത്തിക്കുന്ന, അതിശയം പ്രവർത്തിക്കുന്ന ദൈവം എന്നൊക്കെ നീ നാഴികയ്ക്ക് 40 വട്ടം നീ ഉരുവിടുവായിരുന്നല്ലോ. അപ്പോൾ ആ ദൈവത്തിന്റെ ശക്തി കൊണ്ട് നീ പോയി ഈ ജീപ്പ് ഓടിച്ച് ഞാൻ കാണിക്കുന്ന ഈ പോയിന്റിൽ കൊണ്ട് നിർത്തുവാനായിട്ട് പറഞ്ഞു. പക്ഷേ ഈ പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസിയായിരുന്ന ഇദ്ദേഹം യാതൊരു സങ്കോചവും കൂടാതെ വളരെ പ്രാർത്ഥനയോടുകൂടെ നേരെ ആ ജീപ്പിനെ ലക്ഷ്യമാക്കി പോയി. അദ്ദേഹത്തിന് ജീപ്പ് ഓടിക്കാൻ അറിയത്തില്ല. അങ്ങനെ പോയിട്ട് നേരെ കയറിയിരുന്നു, ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഏതൊരു എക്സ്പേർട്ട് ഡ്രൈവറും ഓടിക്കുന്നതിനേക്കാൾ ഏറ്റവും മികവുറ്റ രീതിയിൽ ഓടിച്ചുകൊണ്ട് ഈ ചീഫ് കമാൻഡർ പറഞ്ഞ ആ പോയിന്റിൽ കൊണ്ട് നിർത്തുവാൻ ഇടയായിട്ട് ജീപ്പിൽ നിന്ന് ഈ വ്യക്തി ഇറങ്ങുമ്പോൾ കണ്ടത്, കളിയാക്കിയ ഈ കൂട്ടുകാരായ പട്ടാളക്കാരും കമാൻഡ് ചെയ്ത ചീഫ് ഓഫീസറും എല്ലാം വാവിട്ട് പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ വിശ്വാസിയായ പട്ടാളക്കാരൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ കർത്താവ് ജീപ്പ് ഓടിക്കുവാൻ എനിക്കറിയത്തില്ലെങ്കിലും ദൈവം എനിക്ക് കൃപ ചെയ്തു, എനിക്ക് ജീപ്പ് ഓടിക്കുവാൻ സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ പറഞ്ഞ വ്യക്തിയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ചീഫ് കമാൻഡറായിരുന്ന ഓഫീസർ ഇങ്ങനെ പറഞ്ഞു, നീ ജീപ്പ് ഓടിച്ചോണ്ട് വന്നത് വലിയൊരു കാര്യമാണ്, പക്ഷെ ഞങ്ങൾ വാവിട്ട് കരയുന്നത് മറ്റൊരു കാര്യം കൊണ്ടാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ആ ജീപ്പിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ നാളുകളായി ഡെഡായി കിടക്കുകയാണ്. അത് സ്റ്റാർട്ടാകാൻ ഒരു സാധ്യതയുമില്ല. അത് ഡെഡായി കിടക്കുകയാണ്. ആ എഞ്ചിനാണ് സ്റ്റാർട്ടായത്, ആ ജീപ്പാണ് നീ ഓടിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുവാൻ ഇടയായിട്ട് തീർന്നു. ഒരുപക്ഷെ ഈ കാര്യമൊക്കെ ഞാനും നിങ്ങൾ ഇതൊക്കെ വിശ്വാസയോഗ്യമാണോ എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കത്തില്ല, പക്ഷെ പുറത്തുള്ള ആളുകൾ ചിന്തിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പക്ഷെ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ഉള്ളത്, ഈ ദൈവത്തിൽ എനിക്കും നിങ്ങൾക്കും എന്തും മാത്രമാണ് വിശ്വാസമുള്ളത്? ദൈവത്തെ നാം എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ദൈവജനമേ, നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്, അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ നിലയിൽ ദൈവം നമ്മയൊക്കെ സഹായിക്കട്ടെ. ഭക്തിയോടുകൂടെ ജീവിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നോഹയുടെ ആ കാലഘട്ടത്തിൽ നോഹയെ ദൈവം അനുഗ്രഹിക്കുവാനുള്ള
ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദൈവം തന്നെ നീതിമാനായി കാണുവാൻ ഇടയായിട്ട് തീർന്നു. താൻ ഭക്തനായി ജീവിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. രണ്ടാമത്തെ കാരണം ദൈവത്തിന്റെ കൃപ നോഹയ്ക്കും കുടുംബത്തിനും ലഭിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം 6-ന്റെ 9-ാം വാക്യം, 6-ന്റെ 9-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കുവാനുള്ള അടുത്ത ഒരു കാരണം, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുവാനുള്ള മറ്റൊരു കാരണം കാണുന്നത് താൻ ദൈവത്തോട് താൻ കൂടെ നടക്കുവാൻ ഇടയായിട്ട്. ദൈവത്തോട് താൻ കൂടെ നടക്കുവാൻ ഇടയായിട്ട്. ഈ ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പഴയ നിയമത്തിലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലേ? ദൈവത്തിന്റെ കൂടെ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലാണെങ്കിലും നമ്മുടെ മനസ്സിലാണെങ്കിലും ആദ്യം ഓടിയെത്തുന്ന മറ്റാരുമല്ല, ഹാനോക്കിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൽ 22, 23 വാക്യങ്ങൾ. അവിടേക്ക് നാം വരുമ്പോൾ ഞാൻ എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കുന്നില്ല, സംഭവം പറഞ്ഞു മാത്രം മുന്നോട്ട് പോവുകയാണ്. ഹാനോക്കിന്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. 365 സംവത്സരം. അതിൽ നമ്മൾ വായിക്കുന്നത് ഏകദേശം 300 വർഷം താൻ ദൈവത്തോട് കൂടെ നടന്നു. ചെറിയൊരു കാലയളവല്ല, ഏകദേശം 300 വർഷക്കാലം താന് ദൈവത്തോട് കൂടെ നടക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പൊ അങ്ങനെയെങ്കിലും ഒരു ചോദ്യം, അപ്പൊ തന്റെ ഇഷ്ടപ്രകാരം തനിക്കിഷ്ടമുള്ള രീതിയിൽ താൻ എത്ര നാള് ജീവിച്ചു? എത്ര നാള് ജീവിച്ചു എന്ന് വെച്ചാൽ കേവലം 65 സംവത്സരങ്ങൾ മാത്രം, വർഷക്കാലം മാത്രമാണ് തന്റെ ഇഷ്ടത്തിന് താൻ ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. തന്റെ ജീവിതത്തിന്റെ നല്ല ഒരു സമയവും തന്റെ ജീവിതത്തിന്റെ നല്ല ഒരു ഭാഗം താൻ എന്ത് ചെയ്തു? ദൈവത്തിനായിട്ട് കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് താൻ ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. കേവല വർഷമല്ല, 300 വർഷക്കാലം താന് ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. കാരണം എന്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ കണ്ണിന് ഇമ്പമുള്ള, എന്റെ ഹൃദയത്തിൽ തോന്നുന്ന, എനിക്കിഷ്ടമുള്ള ഏത് രീതിയിലും എനിക്ക് പോകാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ ദൈവത്തിന്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ, ദൈവം എന്റെ കൂടെയാണ് നടക്കുന്നത് എങ്കിൽ ഒരു കാര്യം ഓർത്തോണം, എന്റെ പല ഇഷ്ടങ്ങളും ഞാൻ ത്യജിക്കേണ്ടതായിട്ട് വരും. എന്റെ പല ഇഷ്ടങ്ങളും എനിക്ക് വേണ്ട എന്ന് വെക്കേണ്ടതായിട്ട് വരും. ഇതിനോടൊക്കെ ഞാൻ ടാറ്റാ ബൈ ബൈ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. നോക്കുക, അത് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഈ ഹാനോക്കിന് ഏകദേശം 300 വർഷക്കാലം ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയ ദൈവജനമേ, വേദപുസ്തകം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സെക്കരിയാവും എലീസബത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ അത് സമയമെടുത്ത് വായിച്ചു കൊടുക്കുക. സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ സെക്കരിയാവും എലീസബത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ അവർ ദൈവത്തിന് വേണ്ടി അവർ വേർപെട്ട് ജീവിച്ചു, അല്ലെങ്കിൽ അവർ ദൈവത്തോട് കൂടെ നടന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. മലാക്കി പ്രവചന പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. മലാക്കിയുടെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവിടെ ദൈവം ഒരു കൂട്ടരെ അനുഗ്രഹിച്ചു എന്ന് വായിക്കുന്നു. മറ്റാരുമല്ല, ലേവി ഗോത്രത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം അനുഗ്രഹിച്ചത് എന്നുള്ളതിന്റെ കാരണം നാം കാണുന്നത് പുറപ്പാട് ദിവസം 32-ാം അധ്യായം അതിന് 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലാണ്. അത് എടുത്തു വായിക്കുന്നില്ല, ആശയം പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. പുറപ്പാട് ദിവസം 32-ാം അധ്യായം അതിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം കാണുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. ദൈവിക നിയോഗത്താൽ മോശ സീനാ പർവ്വതത്തിലേക്ക് കൽപ്പലകളുമായിട്ട് കയറി പോകുവാൻ ഇടയായിട്ട് തീർന്നു. ശേഷം നമ്മൾ കാണുന്നത് മോശ വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അഹരോനും കൂടെയുള്ള ആളുകൾ നമുക്ക് മുന്നോട്ട് പോകുവാൻ ഒരു ദൈവം ആവശ്യമാണ്, അപ്പൊ അതുകൊണ്ട് അവരൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയിട്ട് അതിന് മുന്നിൽ നിന്ന് നൃത്തം ചെയ്യുവാൻ, നീയാണ് ഞങ്ങളുടെ ദൈവം, നീയാണ് ഞങ്ങളെ മിസ്രയീമിന്റെ അടിമത്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തുള്ളിച്ചാട്ടവും ഭയങ്കര ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ മോശ വരുന്നു, ഈ കാഴ്ച കാണുന്നു. മോശ ആ കാളക്കുട്ടിയെ ഇടിച്ച് പൊടിയാക്കി അത് വെള്ളത്തിൽ കലക്കി അവരെ കുടിപ്പിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. ശേഷം മോശ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്. മോശ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്,
യഹോവയുടെ പക്ഷത്തുള്ളവൻ ആർ? യഹോവയുടെ പക്ഷത്തുള്ളവർ ആർ എന്ന് ചോദിക്കുവാൻ ഇടയായിട്ടുണ്ട്. നോക്കണമേ, അവിടെ എല്ലാ ഗോത്രത്തിൽപ്പെട്ട ആളുകളും നിൽപ്പുണ്ട്. എന്നാൽ മോശ ചോദിച്ചു, യഹോവയുടെ പക്ഷത്തുള്ളവർ ആരെന്ന് ചോദിച്ചപ്പോൾ ലേവ്യർ മുന്നോട്ട് വരുവാൻ ഇടയായിട്ടുണ്ട്. അവര് അതിനുശേഷം നാം കാണുന്നത് അരയിൽ വാള് ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വെട്ടുവാൻ തുടങ്ങി. പറയട്ടെ, ഏകദേശം 3000-ലധികം പാപം ചെയ്ത ആളുകൾ അവിടെ പട്ടുപോകുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് നാം കാണുന്നത് എന്താണെന്ന് അറിയാവോ? ദൈവം ലേവ്യരെ ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയായിട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ ഇഷ്ടപ്പെട്ട ആ കൂട്ടത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയ ദൈവജനമേ, നമ്മുടെയൊക്കെ മനസ്സിൽ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യം, ദൈവത്തിന്റെ കൂടെ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾക്ക് കിട്ടുന്നത്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ കൂടെ നടന്നാൽ നമുക്ക് വെള്ളയുടുപ്പ് ലഭിക്കും എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് പ്രതിഫലങ്ങൾ തരുക തന്നെ ചെയ്യും. ഈ ലോകത്തിന്റെ പ്രതിഫലമല്ല കേട്ടോ. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ട്രോഫിയോ അല്ലെങ്കിൽ വാടുന്ന കിരീടങ്ങളോ അല്ല ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുത്തു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രിയ ദൈവജനമേ, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ കിരീടങ്ങളിൽ എത്ര എണ്ണമാണ് നമ്മൾ പ്രാപിക്കുവാനായിട്ട് പോകുന്നത്? എത്ര എണ്ണത്തിനാണ് നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കുന്നത്? ദൈവം നമുക്ക് തരുന്ന ഈ സാവകാശം എന്നുള്ളത് ദൈവത്തോട് കൂടെ നടക്കുവാൻ, ദൈവത്തോട് കൂടെ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ സമയത്ത് നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പല പേരൻസും അതുപോലെ തന്നെ പല സ്കൂളിൽ നിന്നുമൊക്കെ ടീച്ചേഴ്സ് വിളിക്കുമ്പോൾ പരാതി പറയുന്ന ഒരു കാര്യം പറയുന്നത്, കുഞ്ഞുങ്ങള് ഈ മൊബൈൽ എന്ന് പറയുന്ന കാര്യം വളരെ മിസ്യൂസ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഞാൻ കുഞ്ഞുങ്ങളെ മാത്രം ഉൾപ്പെടുത്തി പറയുകയല്ല. നമ്മോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ നാം കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ, ഇല്ലേ? മൊബൈൽ എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ്, അല്ലെ? അതിനെ നാം വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ അതിനെ വളരെയധികം കരുതുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മൾ നമ്മുടെ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നാം ഈ വസ്തുക്കളെ ഒന്നും സ്നേഹിക്കുവാനായിട്ട് പാടില്ല. പക്ഷെ ഇത് നമുക്ക് ആവശ്യമാണ്. ഇതുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞത് വേണ്ട എന്നല്ല, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ കീപ് എ ഡിസ്റ്റൻസ്. ഇതിലൊക്കെ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക്, ദൈവികമായ കാര്യങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുവാൻ ഇടയായിട്ട് തരുന്നു. പ്രിയ ദൈവജനമേ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നാം എന്തിന്റെ കൂടെയാണ് നടക്കുന്നത്? എന്തിന്റെ പുറകെയാണ് നമ്മൾ പോകുന്നത്? നമ്മൾ പൊസിഷന് പുറകെ പോകുന്നവരാണോ? നാം മണിയുടെ പുറകെ പോകുന്നവരാണോ? നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകെ പോകുന്നവരാണോ? പ്രിയ ദൈവജനമേ, ഒരിക്കലും ആ നിലയിൽ പോകുവാൻ ഇടയായിട്ട് തീരരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ ഞാൻ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് ചിന്തിച്ചിട്ടില്ലാത്തതിലും അപ്പുറത്താണ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ വളരെ പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. സാധു കൊച്ചുകുഞ്ഞുപദേശി നമ്മുടെ പാഠപുസ്തകത്തിൽ 555-ാമത്തെ ഒരു പാട്ട് അദ്ദേഹം ഇങ്ങനെ പാടിയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പാട്ട് എന്ന് പറയുന്നത് പൊന്നേശു തമ്പുരാൻ എന്ന് പറയുന്ന ആ പാട്ടാണ്. ആ പാട്ടിൽ ഒരു വരി ഇങ്ങനെയാണ്: ഭൂലോകമായയിൽ മോഹം പതിച്ചെന്റെ കാലം ഞാൻ പാഴിൽ കളഞ്ഞിടായ്പാൻ, സ്വർലോക രാജ്യത്തിൽ തങ്കക്കിരീടത്തിൽ ഉല്ലാസമേഖനെ പൊന്നേശു. നോക്കുക, സാധു കൊച്ചുകുഞ്ഞുപദേശി കാലങ്ങൾക്ക് മുമ്പ് താൻ പാടിയിരിക്കുകയാണ്, ഭൂലോകമായയിൽ മോഹം പതിച്ചെന്റെ കാലം ഞാൻ പാഴിൽ കളഞ്ഞിടായ്വാൻ, സ്വർലോക രാജ്യത്തിൽ തങ്ക
കണക്ഷൻ കട്ടായതൊന്നും വിളിച്ചു നോക്കും. കോണ്ടാക്ട് ചെയ്യുമോ? കോണ്ടാക്ട് ചെയ്യും. നെറ്റ് കട്ടായി പോയി. പുള്ളി വേറൊരു ഡിവൈസിലേക്ക് കയറുവാന്ന് പറഞ്ഞു. ഓക്കെ. വർഗീസ് വെച്ചാൽ അവിടെ നല്ല മഴയുണ്ടോ നാട്ടില്? ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്നുള്ളത്, സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതിയ ഒരു പാട്ടാണ് ഞാൻ പാടുവാൻ ഇടയായിട്ട് തീർന്നത്. പക്ഷെ ആ പാട്ടിന്റെ തുടക്കം നാം ശ്രദ്ധിച്ചോണം. ഭൂലോകമായിൽ മോഹം പതിച്ചെന്റെ കാലം ഞാൻ പാഴിൽ കളഞ്ഞിടായ്മ എന്ന് പറഞ്ഞാൽ, ഈ സാധു കൊച്ചുകുഞ്ഞുപദേശി ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമല്ല. എത്രയോ വർഷങ്ങൾ, എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ്. കോഴിപ്പാലത്തിന് താഴെ ഇടയാറുമായി ജീവിച്ചിരുന്ന ആ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, ഭൂലോക മായയിലാണ് ഞാന് എന്ന്. ഇന്റർനെറ്റ് ഇല്ലാത്ത, മൊബൈൽ ഇല്ലാത്ത, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖ സൗകര്യങ്ങളും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ താൻ പറയുകയാണ്, ഞാൻ ഭൂലോക മായയിലാണ്. അപ്പോൾ നോക്കണമേ, ഇതെല്ലാം നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉണ്ട്. അപ്പൊ നമ്മള് അദ്ദേഹത്തെക്കാട്ടിൽ എത്ര അധികമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയണം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നാം ദൈവത്തോട് ചേർന്ന് നടക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് വരട്ടെ. ദൈവത്തിന്റെ കൃപ നോഹയ്ക്ക് ലഭിക്കുവാനുള്ള കാരണങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നോഹ തന്റെ തലമുറയിൽ ഭക്തനായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം, നോഹ ദൈവത്തോട് കൂടെ നടക്കുവാൻ ഇടയായിട്ടുണ്ട്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് 6:13 വാക്യവും 7:1 വാക്യവും ഞാനെടുത്ത് വായിക്കുന്നില്ല, പറഞ്ഞു മാത്രം മുന്നോട്ട് പോകട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യവും 7:1 വാക്യവും അവിടെ നാം കാണുന്നത്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവനായിരുന്നു താൻ എന്നുള്ളതാണ്. താൻ ദൈവത്തിന്റെ ശബ്ദം ഇടപെടാതെ ദൈവം തന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ താൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോഴുണ്ടായ ഒരു പ്രതികരണം പുറപ്പാട് പുസ്തകം 20:18-19 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 18-19 വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഇസ്രായേൽ ജനം പ്രതികരിച്ച ഒരു രീതിയുണ്ട്. പറയുന്നുണ്ട്, അയ്യോ, ദൈവത്തിന്റെ ഈ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട്, ഞങ്ങൾക്ക് താങ്ങുവാനായിട്ട് കഴിയുന്നില്ല. കാരണം കനഗാംഭീര്യത്തോടു കൂടിയ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവർ പറയുകയാണ്, അയ്യോ, ഈ ശബ്ദം കേട്ടു നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. 29-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരികയാണെങ്കിൽ അവിടെ എല്ലാം ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതകളാണ് നാം കാണുന്നത്. യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, ശക്തിയോടുകൂടെ മുഴങ്ങുന്നു, മഹിമയോടുകൂടെ മുഴങ്ങുന്നു, ദേവദാരുക്കളെ തകർക്കുന്നു, അഗ്നിജാലകളെ ചിഹ്നിക്കുന്നു, മരുഭൂമിയെ നടുക്കുന്നു, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. നോക്കുക, ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതകൾ നമ്മളിവിടെ കാണുകയാണ്. ഈ ദൈവത്തിന്റെ പ്രത്യേകതകളുള്ള ഈ ശബ്ദം കേൾക്കുവാനായിട്ട് ഞാനും നിങ്ങളും എത്രത്തോളം പ്രിയപ്പെടുന്നുണ്ട്? ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഞാനും നിങ്ങളും കാതോർക്കുന്നുണ്ടോ? എനിക്ക് ദൈവത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. ദൈവം എന്നോട് വാസ്തവമായി സംസാരിക്കണം. കർത്താവേ, എനിക്ക് ഈ ലോകത്തിന്റെ എന്തെങ്കിലും ശബ്ദമല്ല എനിക്ക് കേൾക്കേണ്ടത്. എന്റെ കർത്താവായ യേശുവിന്റെ ദൈവത്തിന്റെ ശബ്ദം എനിക്ക് കർത്താവെ കേൾക്കണമെന്നുള്ള ആഗ്രഹം എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ?
തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട് എങ്കിൽ വേദപുസ്തകത്തില് 7 പേരെ ദൈവം 2 പ്രാവശ്യം വിളിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. 7 പേരെ 2 പ്രാവശ്യം എടുത്തെടുത്ത് വിളിച്ചു. ഒന്നാമത് ഉൽപ്പത്തി 22-ൽ അബ്രഹാമേ അബ്രഹാമേ എന്ന ശബ്ദം അബ്രഹാം കേൾക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇത് എന്തിനുള്ള ശബ്ദമായിരുന്നു? ഇത് അനുഗ്രഹിക്കുവാനുള്ള ശബ്ദമായിരുന്നു. യാക്കോബേ യാക്കോബേ എന്ന് ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം അങ്ങനെ യാക്കോബേ യാക്കോബേ എന്ന് ദൈവം വിളിച്ചു. എന്തിനായിരുന്നു ആ ദൈവ ശബ്ദം പുറപ്പെടുവിച്ചത്? യാക്കോബിനെ ധൈര്യപ്പെടുത്തുവാനായിട്ടായിരുന്നു ദൈവം ആ ശബ്ദം പുറപ്പെടുവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. മോശെ മോശെ എന്ന് പുറപ്പാട് പുസ്തകം 3:4 മോശയെ വിളിക്കുവാൻ ഇടയായിട്ട് മോശെ മോശെ എന്ന്. എന്തിനായിരുന്നു അറിയാമോ? ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാനായിട്ടാണ് ഇവിടെ മോശെ മോശെ എന്ന് വിളിച്ചത്. തന്നെയുമല്ല 1 ശമൂവേൽ 3:10 ശമൂവേലെ ശമൂവേലെ എന്ന് ദൈവം വിളിച്ചു. അതൊരു വലിയ അരുളപ്പാട് അറിയിക്കുവാനായിരുന്നു. മാർത്തെ മാർത്തെ എന്ന് ലൂക്കോസ് 10-ൽ വിളിച്ചു. അവിടെ കുറവ് മനസ്സിലാക്കി കൊടുക്കുവാനായിരുന്നു. സീമോനെ സീമോനെ എന്ന് ലൂക്കോസ് 22-ൽ വിളിച്ചു. എന്തിനാണെന്ന് അറിയാമോ? ഒരു മുന്നറിയിപ്പിനായിട്ടായിരുന്നു. ശൗലെ ശൗലെ എന്ന് അപ്പോസ്തലപ്രവൃത്തി 9-ൽ വിളിച്ചു. ഒരു പുതിയ ശുശ്രൂഷ ഏൽപ്പിക്കുവാനായിരുന്നു. പ്രിയ ദൈവജനമേ, ഈ ദൈവത്തിന്റെ ശബ്ദത്തിനായി എനിക്കും നിങ്ങൾക്കും കാതോർക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഒരു പുതിയ ശുശ്രൂഷ ലഭിക്കണം എങ്കിൽ, അനുഗ്രഹത്തിന്റെ പാത്രമാകണം എങ്കിൽ തീർച്ചയായിട്ടും നാം ഈ ദൈവത്തിന്റെ ശബ്ദത്തിനായി ഞാനും നിങ്ങളും കാതോർക്കേണ്ടത് ആവശ്യമാണ്. നോഹയുടെ കാലഘട്ടത്തിൽ താനെ ആ ദൈവ ശബ്ദം കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് തന്നെ ദൈവം തന്നെ അനുഗ്രഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് ലഭിച്ച സമയം ഏകദേശമായി എന്ന് തോന്നുന്നു. ആയിട്ടുണ്ടോ? അത് പൂർത്തീകരിച്ചോ? മെസ്സേജ് കുഴപ്പമില്ല. ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ ദൈവം തന്നെ അനുഗ്രഹിക്കുവാനുള്ള കാരണങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ കാരണത്തിലേക്ക് വളരെ പെട്ടെന്ന് വരട്ടെ. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, കേവലം കാര്യങ്ങൾ പറഞ്ഞ് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. ദൈവം അനുഗ്രഹിക്കുവാനുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ നോഹയ്ക്ക് ലഭിക്കുവാനുള്ള 4-ാമത്തെ കാരണം എന്ന് പറയുന്നത് 6:22 7:5 നമ്മൾ വായിക്കുന്നത് താൻ ദൈവവചനം അനുസരിക്കുവാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ള. അതായത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടെ തനിക്ക് ചെയ്യുവാനായിട്ട് കഴിയും എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കുന്ന കുടുംബം ആയിരുന്നു. ഭക്തിയോടുകൂടെ ജീവിച്ചു, ദൈവത്തോട് കൂടെ നടക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവ ശബ്ദം കേൾക്കുന്ന കുടുംബമായിരുന്നു. തന്നെയുമല്ല, ദൈവവചനം അനുസരിക്കുന്ന കുടുംബം ആയിരുന്നു. തന്നെ ദൈവം ഒരു കാര്യം ഏൽപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. തന്നോട് പറഞ്ഞ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മരം എടുക്കണം. ആ മരം എത്ര മുഴമുണ്ടായിരിക്കണം, അതിന് എത്ര അറകൾ ഉണ്ടാകണം, പെട്ടകം പണിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്, അതെല്ലാം നാം വായിക്കുന്നത് താന് ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ തന്നെ ചെയ്തു എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ കാര്യത്തിന് വള്ളിക്കോ പുള്ളിക്കോ യാതൊരു വ്യത്യാസവും വരുത്താതെ താൻ വളരെ കൃത്യതയോടുകൂടെ തനിക്ക് ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തില് അബ്രഹാമിനെ കുറിച്ച് 12-ലും അതുപോലെ 22-ലും നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. കൽപ്പിച്ചതുപോലെ പുറപ്പെട്ടു, കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. മോശയെ കുറിച്ച് യോശുവയെ കുറിച്ച് യോശുവയുടെ പുസ്തകം 11:5 വായിക്കുന്നുണ്ട്. അവർ അങ്ങനെ തന്നെ ചെയ്തു. ഹിസ്കിയാവ് യഹൂദ രാജാവാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 18:6 വായിക്കുന്നുണ്ട്. കൽപ്പിച്ച കൽപ്പന പോലെ തന്നെ അവർ പ്രമാണിച്ചു എന്ന് വായിക്കുന്നു. ദൈവജനമേ, ഈ ദൈവത്തിന്റെ വചനം ഞാനും നിങ്ങളും എപ്രകാരം അനുസരിക്കുന്നുണ്ട് എന്ന് നമ്മെ തന്നെ ഈ സമയത്ത് ഒന്ന് പരിശോധിക്കാം. 5-ാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. 6:18 നോഹയുടെ കുടുംബത്തിന് ദൈവകൃപ ലഭിക്കുവാൻ, ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുവാനുള്ള 5-ാമത്തെ കാരണം എന്ന് പറയുന്നത് 6:18 7:1 വായിക്കുന്നത് ഇവർ അനുസരണമുള്ള കുടുംബമായിരുന്നു എന്നുള്ളതാണ്. വളരെ അനുസരണ മനോഭാവത്തോടുകൂടെ അവർ മുന്നോട്ട് ജീവിച്ചു എന്നുള്ളതാണ്. എന്റെ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നി. കുഞ്ഞുങ്ങളുടെ ഇടയിൽ ദൈവം ഫലകരമായ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പേരൻസ് പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടെ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അതുപോലെ തന്നെ നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെയും അനുസരിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണ്, നല്ലതാണ്, ഞങ്ങളുടെ ജീവിതത്തിന് അത് വളരെ ഗുണം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. എങ്കിലും
ഞാൻ ആ ഭാഗങ്ങളൊക്കെ അങ്ങ് വിടുകയാണ്. ദൈവത്തെ അനുസരിക്കുമ്പോൾ എങ്ങനെ അനുസരിക്കണം എന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി 18:6 നല്ലൊരു ഉദാഹരണം അബ്രഹാമും സാറയും നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. ആ ദൂതന്മാർ വന്നപ്പോൾ അവരെ ശുശ്രൂഷിച്ച രീതികൾ എപ്രകാരമായിരുന്നു എന്നുള്ളത് വളരെ കൃത്യത, വളരെ അനുസരണ മനോഭാവത്തോടുകൂടെ അവർ ഓരോ കാര്യങ്ങളും ഒപ്പിയെടുത്ത് ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നു. ഉൽപ്പത്തി 19:3 ലോത്തിന്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ എന്നാൽ ഈ കാഴ്ച കാണുവാനായിട്ട് കഴിയുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അനുസരണയോടുകൂടെ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ ആ നിലയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. 6ാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. ഇവർ ലോകത്തോട് ദൈവിക സന്ദേശം അറിയിച്ച ആ കുടുംബമാണ്. ലോകത്തോട് ദൈവിക സന്ദേശം അവർ അറിയിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവം തന്നോട് പറഞ്ഞ ആ കാര്യം എന്തായിരുന്നോ ആ കാര്യം താന് ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ, അതുകൊണ്ടാണ് ആ പത്രോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് നീതി പ്രസംഗിയായിട്ടുള്ള നോഹ എന്നാണ് വായിക്കുന്നത്. നീതി പ്രസംഗിയായിട്ടുള്ള നോഹ എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. പ്രിയ ദൈവജനമേ, ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന വലിയ ഒരു ശുശ്രൂഷ, നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഈ സുവിശേഷ സന്ദേശമാണ്. ഈ സുവിശേഷ സന്ദേശം നാം തീർച്ചയായിട്ടും മറ്റുള്ളവരോട് പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു സംഭവം പെട്ടെന്ന് പറയട്ടെ. ഒരിക്കൽ ഒരു ട്രെയിനിൽ ഒരു വ്യക്തി യാത്ര ചെയ്തപ്പോൾ ആ യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് അഭിമുഖമായി മറ്റൊരു ആൾ ഇരിപ്പുണ്ട്. ആ ആൾ എന്ന് പറയുന്നത് ഒരു ഒരു സുവിശേഷകനാണ്, ദൈവത്തെ അറിഞ്ഞ ആളാണ്, രക്ഷിക്കപ്പെട്ട ആളാണ്. പക്ഷെ ഈ അഭിമുഖമായിട്ടിരിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തിയാണ്. ഇരുവരും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ട വ്യക്തിയായ ദൈവദാസനോട് ചോദിച്ചു, നമ്മൾ കുറെ നേരമായി ഇങ്ങനെ മൗനമായിട്ടിരിക്കും, നമുക്കൊന്ന് പരിചയപ്പെടാം. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവിശ്വാസി മുൻകൈ എടുത്തു. എന്നിട്ട് ചോദിച്ചു, താങ്കൾ എന്ത് ജോലി ചെയ്യുന്നു? പറഞ്ഞു, ഞാൻ സുവിശേഷ വേലയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവിശ്വാസി ചോദിച്ചു, ഈ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ എന്ത് ജോലിയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഈ അവിശ്വാസിയായ വ്യക്തി വിശ്വാസിയായ ഈ സുവിശേഷനായ വ്യക്തിയോട് ചോദിച്ച് കർത്താവിനെ കുറിച്ച് കേട്ടിട്ട് രക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. അടുത്ത നിമിഷത്തിൽ, രക്ഷിക്കപ്പെട്ട നിമിഷത്തിൽ ഈ വ്യക്തി ചാടി എഴുന്നേറ്റ് പറഞ്ഞത് ഇപ്രകാരമാണ്, അല്ലയോ ദൈവദാസ, കഴിഞ്ഞ മണിക്കൂറുകൾ ഞാനും നിങ്ങളും ഈ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണ്. ഇത്രയും വലിയൊരു സന്ദേശം താങ്കളുടെ കൈവശം ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ടാണ് എന്നോട് ഇതുവരെ ഇത് പറയാതിരുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഈ കർത്താവിനെ ഞാൻ അറിഞ്ഞിരുന്നു എങ്കിൽ, ഇതിനു മുമ്പ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ, ഈ കമ്പാർട്ട്മെന്റിന്റെ ഈ ബോഗിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടി നടന്ന് ഞാൻ ഈ സന്ദേശം വിളിച്ചു പറയുമായിരുന്നു എന്ന് പറയുവാനിടയായിട്ട് തീർന്നു. പ്രിയ ദൈവജനമേ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ സന്ദേശം വാക്കുകളിലൂടെ മാത്രമല്ല ജീവിതത്തിലൂടെയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 7ാമത്തെ കാരണം, ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കാനുള്ള 7ാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള കാരണം, അവർ ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമായിരുന്നു. 8:20 വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് അവർ ദൈവത്തെ ആരാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വലിയൊരു പ്രശ്നം നടക്കുകയാണ്, അപ്പൊ ആദ്യം ഇറങ്ങിയിട്ട് നോക്കുന്നത് എന്തായിരിക്കും, എന്തൊക്കെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്, ആരൊക്കെയാണ് ചത്തിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക, അതിന്റെ ഒരു ലിസ്റ്റ് എടുക്കുവാൻ ഇടയായിട്ട്, അല്ലെങ്കിൽ ആ കാഴ്ച കാണുമ്പോൾ പോകും. പക്ഷെ ഇവിടെ ഇദ്ദേഹം അങ്ങനെ പോയില്ല. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഇദ്ദേഹം ഇറങ്ങിയ ഉടനെ തന്നെ അവർ കുടുംബമായി ദൈവത്തിന് ഒരു ആരാധന കഴിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവർ ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമായി. ദൈവം നോഹയെ അനുഗ്രഹിക്കുവാനുള്ള 7 കാരണങ്ങളാണ് നാം കാണുവാൻ ഇടയായിട്ട് തീർന്നത്. ദൈവം അനുഗ്രഹിച്ചു, കാരണം താൻ തലമുറയിൽ ഭക്തനായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തോടു കൂടെ ആ കുടുംബം നടന്നു. അവർ ദൈവത്തിന്റെ ശബ്ദം അവർ കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവം ആ വചനം അവർ അനുസരിച്ചു. അവർ അനുസരണമുള്ള കുടുംബം ആയിരുന്നു. അവർ ദൈവിക സന്ദേശം ലോകത്തോട് അറിയിച്ചു. അവർ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയ ദൈവജനമേ, ഈ നിലയിലുള്ള ഒരു കുടുംബ ജീവിതം പടുത്തുയർത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാനായിട്ട് ഈ പ്രതികൂല സാഹചര്യത്തിലും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിലയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് അവസരം നൽകിയ ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവരോട്, ദൈവസഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി അറിയിച്ചു നടത്തുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമം എന്നോട്ടേക്കും വാഴ്ത്തപ്പെടുവാനായിട്ട്.